പ്രൈസ് ദ ലോർഡ്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുവിന്റെ അടുക്കിലേക്ക് ചിലരും വിക്കനും ചെകിടനുമായ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് അവന്റെ മേൽ കൈവെക്കണമെന്ന് പറഞ്ഞ് അവനോട് അപേക്ഷിക്കുകയാണ്. കർത്താവ് അവനെ പുരുഷാരത്തിന്റെ അടുക്കൽ നിന്ന് വേറിട്ടു കൊണ്ടുപോയി തന്റെ വിരലുകൾ അവന്റെ ചെവിയിലിട്ട് അതേ നാവിനെ തൊട്ടു തുറന്നു വരിക എന്ന അർത്ഥത്തോടുകൂടി എഫദ എന്ന് പറഞ്ഞപ്പോൾ അവന്റെ ചെവി തുറന്ന് അവൻ ശരിയായി സംസാരിച്ചു തുടങ്ങുവാനിടയായി തീർന്നു. ഒരു മഹാ അത്ഭുതം തന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു കൊടുക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. അതെ, ജീവിതത്തിന്റെ സാഹചര്യങ്ങളെയും സാധ്യതകളെയും ഒക്കെ നോക്കിക്കൊണ്ട് എഫദ എന്ന് പറയുവാൻ കഴിയുമോ? അതേ, നാളിതുവരെ അടയപ്പെട്ട് കിടക്കുന്ന വഴികളെ തുറന്ന് അത് മാനസികമായി, ശാരീരികമായി, ആത്മീക തലത്തിൽ, ഭൗതിക തലത്തിൽ അതേ നാം അനുഭവിക്കുന്ന രോഗവിഷയങ്ങളിലൊക്കെ നമ്മെ സൗഖ്യമാക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, പുതിയ വഴികളും വഴിത്താരകളും തുറന്നു തരുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ടെന്ന് വളരെ വ്യക്തമായി വചനങ്ങളിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. ആയതിനാൽ നമുക്ക് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് പറയാം, എഫദ എന്ന് ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ നോക്കി അതേ തുറന്നു വരികയെന്ന് ഇന്ന് പകൽ പ്രഭാതത്തിൽ പറയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വചനം പറയുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ആ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.